everyone, I'm Megha and welcome. So, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് വേറൊരു ഹോൾ വീഡിയോ. ആൻഡ് ഇപ്പോഴത്തെ ഈ ഹോൾ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ പ്ലസ് ട്രാവൽ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിട്ടുള്ളതാണ്. അപ്പോൾ ട്രാവൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരിക്കുമ്പോഴല്ല, നമ്മൾ വണ്ടിയിൽ നിന്ന് അവിടെ എത്തൂല റൂമിലേക്ക്, എന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ദിവസം കറങ്ങാൻ പോകില്ലേ, അപ്പോൾ ഇടാൻ പറ്റിയതായിട്ടുള്ള പെർഫെക്റ്റ്, സ്പെഷ്യലി ഈ ഒരു ഒടുക്കത്തെ ചൂട് സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇടാൻ പറ്റിയതായിട്ടുള്ള കുർത്തി സെറ്റ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാതുമേ നല്ല അഫോർഡബിൾ ആണ്, ബിക്കോസ് ഞാൻ മീഷോ നിന്നാണ് മേടിച്ചേക്കുന്നത്. ആൻഡ് അത്യാവശ്യം കവറേജ് ആണെങ്കിൽ അത്രയും മാത്രം നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ടാനിങ് നിന്ന് നമുക്ക് കുറെ രക്ഷപ്പെടാൻ പറ്റിയതാണ്. സോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. ഓൾറെഡി ഇതിന് പകുതി ഐറ്റംസ് ഇല്ല, ഞാൻ ഇട്ട് കഴിഞ്ഞു. എൻ്റെ ഇപ്പോൾ ഒരു 1 വീക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത്. ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പോൾ നിങ്ങളും സൂൺ ഇതൊക്കെ ഇട്ട് റോൾ അടിക്കാൻ പോകണതാണ്. അപ്പോൾ നേരെ വെക്കേണ്ടത് നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബോഡി ടാനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള നല്ല കവറേജ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ബട്ട് ഫേസിൻ്റെ കാര്യം കട്ടപ്പോകയായിട്ടിരിക്കുകയാണ്, കൈവിട്ട കാര്യങ്ങൾ പോയി. ടാനിങ് ഓൾറെഡി പറ്റിക്കഴിഞ്ഞെങ്കിൽ യു നീഡ് നല്ല അടിപൊളി കോറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള വൈറ്റമിൻ സി. അപ്പോൾ ഒരു നല്ല റിജിം നിങ്ങൾ ഫോളോ ചെയ്തെന്ന് വെച്ചാൽ, നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, രാവിലെ വൈകുന്നേരം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ ടാനിങ് ഒക്കെ മാറും. അതിൻ്റെ ഒപ്പം തന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ടാക്കിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ഫേസ് വാഷ്, സിറം ആൻഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഇപ്പം തന്നെ കൺഫ്യൂഷൻ മാറ്റി തരാം. ഈ ഒരു ഒറ്റ റേഞ്ചിൻ്റെ ആവശ്യമുള്ള ഇതാണ് പ്യുവർ ഒറിജിൻ കോറിയൻ വൈറ്റമിൻ സി റേഞ്ചിനകത്ത് ആദ്യമാണ് ഈ ഒരു ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് വാഷ്. ഇതിനകത്തുണ്ട് മൈക്രോ ബീഡ്സ്, അത് നമ്മുടെ സ്കിന്നുമുള്ള ഇംപ്യൂരിറ്റീസ് ആൻഡ് എക്സസ് ഓയിലിനെ റിമൂവ് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഡീപ്ലി നമ്മുടെ സ്കിന്നെ ക്ലീൻ ചെയ്യുന്നതാണ്. ഫേസ് വാഷ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്യുക ഈ ഒരു വൈറ്റമിൻ സി ഫേസ് സിറം. ഇതിനകത്തുണ്ട് 20x പവർ ഓഫ് വൈറ്റമിൻ സി. അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നുമുള്ള കൊലാജൻ ഇല്ലേ, അതിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഫ്രീ റാഡിക്കൽസിനെ കോമ്പാക്ട് ചെയ്യും, പ്ലസ് പ്രൊമോട്ട് ചെയ്യും ഈവൻ ടോൺ ആയിട്ടുള്ള സ്പോട്ട് ഫ്രീ സ്കിൻ. പിന്നെ ഇതിനകത്തുള്ളതാണ് യൂസു ലെമൺ. ആൻഡ് ഈ ഒരു യൂസു ലെമൺ ആണ് ഗൈസ് ആ കള്ളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുമുള്ള ഡാർക്ക് സ്പോട്ട്സിനെ റിഡ്യൂസ് ചെയ്യും, പ്ലസ് നമ്മുടെ സ്കിന്നെ സൂപ്പർ ആയിട്ട് ബ്രൈറ്റ് ആക്കും. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു വൈറ്റമിൻ സി സീറം ക്രീം. ഇതിനകത്തുണ്ട് 10 times പവർ ഓഫ് വൈറ്റമിൻ സി ആൻഡ് യൂസു ലെമൺ. സോ ഈ ഒരു 3 സ്റ്റെപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി. ഡേ ടൈം ആകുമ്പോൾ മോയ്സ്ചറൈസറിന് ശേഷം സൺസ്ക്രീനിൻ്റെ സ്റ്റെപ്പ് വിടരുതിട്ട്, അത് കണ്ടിപ്പാ ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റൂട്ടീൻ കിട്ടി. ഈ ഒരു ഒറ്റ റൂട്ടീൻ ഫോളോ ചെയ്താൽ മതി, നിങ്ങളുടെ സ്കിന്നിലെ സകല പ്രശ്നങ്ങളും മാക്സിമം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതുവരെ വർക്കാതെ നിങ്ങളുടെ റെഗുലർ പ്രൊഡക്ട്സിനെ വേഗം തന്നെ ദൂരെ ആക്കിയിട്ട് നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് കോറിയൻ വൈറ്റമിൻ സി ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ റെജിം ഫോളോ ചെയ്യാം. ബൈ ദ വേ പ്യുവർ ഒറിജിൻ ഹാസ് ടേൺഡ് 1 എന്ന് വെച്ചാൽ പ്യുവർ ഒറിജിൻ ഇപ്പോൾ 1 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആമസോണിൽ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സ് 30% ഓഫിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയതാണ്. അതുപോരാണ്ട് കാർഡ്, മീഷോ ആൻഡ് പർപ്പിളും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മറക്കാതെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഹോൾ വീഡിയോയിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് കുർത്തി സെറ്റ് വിത്ത് ദുപ്പട്ടയാണ് കേട്ടോ ഇത്. സോ ടറ്റടാ, ഇതാണ് ഗൈസ് കളർ. യെസ്, മസ്റ്റർഡ് യെല്ലോനകത്ത് ഈ ഒരു റെഡ് ആൻഡ് ബ്ലൂവിൻ്റെ പ്രിന്റ് ആയിട്ടുള്ളത്. സോ പ്രിറ്റി ആൻഡ് സോ സമ്മറി അല്ലേ. ആൻഡ് ഇത് ശരിക്കും തുണിയും വളരെ കംഫർട്ടബിളാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ആക്ച്വലി ഇത് ഞാൻ ഇതുവരെ ട്രൈ ഓണിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, പുറത്തിട്ടിട്ടില്ല. ബട്ട് ട്രൈ ഓണിൽ ഇട്ടിട്ട് തന്നെ നല്ല സുഖമുണ്ട്, ഒട്ടുമേ ഇറിറ്റേഷൻ തോന്നിയില്ല കേട്ടോ. കാരണം ഇത് കുറച്ച് നേരം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പണികളും കൂടെ ഞാൻ ചെയ്തിട്ടുകൊണ്ട്. സോ ആ നേരം കൊണ്ട് എനിക്ക് കലി പിടിച്ചില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് കംഫർട്ടബിൾ. സോ യെസ്, അപ്പോൾ നല്ല സൂപ്പറാണ്. ഇതിൻ്റെ നെക്ക് ലൈൻ കണ്ട, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നല്ല ഹൈ ആയിട്ടുള്ള ഞാൻ മേടിച്ചത്, അത്രയും മാത്രം നമുക്ക് ടാനിങ് നിന്ന് കവറേജ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. സോ ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സ്ലീവാണ്. ലോങ് സ്ലീവാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത് 3/4 ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത്രയൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ കുഴപ്പമില്ല. സോ യെസ്, അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് സെമി ഫ്ലെയർഡ് ആയിട്ടുള്ളത് വെച്ചാൽ ഭയങ്കര ഫ്ലെയർ ഇല്ലെങ്കിലും അത്യാവശ്യം ഫ്ലെയർ ആയിട്ടുള്ള ഈ ഒരു പ്ലാസോ പാൻറ് ഉണ്ട്. കണ്ട, ഭയങ്കര ഫ്ലെയർ അല്ല, സെമി ഫ്ലെയർ ആണ്. തൂവൽ, യെസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് നല്ല പ്രിന്റ് ആൻഡ് കളറാണ്. മൈ ഫേവറേറ്റ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ഒരു ഫുൾ എനിക്ക് അല്ല, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ആക്ച്വലി. ഇല്ല, വേറെ 3ാമത്തെ. ഓക്കെ, 3 ഫേവറേറ്റ്സ് ആണ് കേട്ടോ. സോ യെസ്, നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്ക് തൊട്ടിട്ട് തോന്നുന്നത് ഇത് റയോൺ ആണ്. യെസ്, ഇത് വിസ്കസ് റയോൺ ആണ്. ബട്ട് ദുപ്പട്ട എനിക്ക് കോട്ടൺ ആയിട്ടാണ്. അത്യാവശ്യം സൈസ് ഉണ്ട് ഗൈസ്, ഓപ്ഷൻസ് ഉണ്ട്. XS എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്മോൾ മുതൽ XXL വരെ സൈസ് ഉണ്ട്. ആൻഡ് ഐ ഗോട്ട് ദ സൈസ് മീഡിയം. അതുകൊണ്ട് എനിക്കിത് കറക്റ്റ് റേറ്റ് ആണ് 514. ഇറ്റ്സ് എ സ്റ്റീൽ ഗൈസ്, ഇറ്റ്സ് എ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ കുറച്ചൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു 2nd നമ്പറിൽ വെക്കുകയാണ് കേട്ടോ. സാധനം എൻ്റെ കയ്യിലില്ല, ബട്ട് ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ. അതെ, ഇതാണ് സംഭവം. ആൻഡ് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏതാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ട്രാവലിന് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ സംഭവം കേട്ടോ. ഇട്ടെടുത്ത് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും പെട്ടിട്ട സംഭവം. പക്ഷേ ഒരലക്കിനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ 2ാമത്തെ തവണ അത് ഇടാനായിട്ട് ഞാൻ എടുത്തപ്പോൾ അത് ഇച്ചിരി ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലസ്
അതിൻ്റെ തുണി വളരെ ലൈറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു കട്ടി കുറഞ്ഞു എന്നായിട്ട് എനിക്ക് ഫീലായിട്ട് അറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. ആൻഡ് തേക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നന്നായിട്ട് റിങ്കിൾസ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് സ്റ്റീം അയൺ വെച്ചിട്ട് ഇത് നല്ലോണം തേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ മറ്റേ കട്ടിയുള്ള അയണിങ് തന്നെ വേണം ഈ ഒരു കേസിലിട്ടാ. ബട്ട് ഇത് എന്തൊരു പ്രിട്ടി, എന്തൊരു ബ്യൂട്ടിഫുൾ. അപ്പോൾ കഴുകണ കാര്യം നിങ്ങളും സൂക്ഷിക്കാട്ടോ. ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകുന്ന തോന്നണം മെഷീനിലിട്ട്. ആൻഡ് ഇത് കുറേ പേര് മേടിച്ചിട്ടില്ല, ടു ബി ഓണസ്റ്റ് 30 പേരെ മേടിച്ചിട്ടുള്ളൂ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് മേടിച്ച സമയത്ത് ഇത് 4+ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇത് 3.6. മേ ബി കഴുകി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് സത്യാവസ്ഥ മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും. ആൻഡ് ഇപ്പോൾ കാണിച്ചതിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ റേറ്റും കൂടുതലാണ്. ഐ മീൻ ഞാൻ മേടിച്ച സൈസ് മീഡിയം ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റാണ് 787, ക്ലോസ് ടു 800 rupees. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഒരു കഴുകലിന് ഭയങ്കര പണി കിട്ടി. സോ ഇത്രയും കുർത്തി സെറ്റ്സ് കാണിക്കാൻ. ആൻഡ് അതിനകത്ത് പർപ്പിൾ എന്താ ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? സോ നെക്സ്റ്റ് ആണ് ഈ ഒരു പർപ്പിൾ കുർത്തി സെറ്റ്. അഗൈൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, ബിക്കോസ് അത് കഴുകാനിട്ടേക്കാണ് ഗൈസ്. എനിക്കിവിടെ യൂനബോധം കിടാൻ വയ്യ, അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. കഴുകി കിട്ടുമ്പോൾ റെഡിയാവും. ആക്ച്വലി അത് ഒരു പ്രാവശ്യം കഴുകി കഴിഞ്ഞു, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും ഇട്ടു. അതിനകത്ത് അത്ര കേസ് ഉണ്ടായില്ല കേട്ടോ. ആ ഓറഞ്ചിൻ്റെ അത്രയും സീൻ ഉണ്ടാവില്ല. ആൻഡ് ഹിയർ യു ക്യാൻ സീ സോ മച്ച് പ്രിറ്റി. ആക്ച്വലി ഇത് ഫോട്ടോയിൽ കാണുന്ന അത്രയും പർപ്പിളല്ല, ഇച്ചിരി ബ്ലൂയിഷ് ടിൻറ്റുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ ആം സാറ്റിസ്ഫൈഡ്. ആൻഡ് നല്ല, എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് അതിനകത്തൊരു പ്രത്യേകത. തുണിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ഇത്തിരി ഹെവിയാണ്. ഹെവി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നന്നായിട്ട് ബോഡിക്ക് ആ ഒരു എലോങ്കേറ്റഡ് ആൻഡ് നല്ല ഒരു ഷേപ്പ് തരുന്നുണ്ടായിരുന്നു ഈ ഒരു കുർത്തി സെറ്റ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കളർ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ മറ്റീരിയലും എനിക്ക് നന്നായിട്ട് ഇമ്പ്രസീവായിട്ട് ഫീലായിട്ട്. സോ ഇതിൻ്റെ മറ്റീരിയൽ വിസ്കസ് റയോൺ ആണ്. ആൻഡ് അത്യാവശ്യം ലോങ് സ്ലീവ് ആണ്. 3/4 കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള സ്ലീവാണ് എനിക്ക് ഫീൽ ആയത്. അത് വേറെ കളേഴ്സ് അവൈലബിൾ ആണ്, ബൈ ദ വേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ബട്ട് യെസ്, ഇതിൻ്റെ റേറ്റ് ആണ് 700 rupees. ആൻഡ് ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഇതിൻ്റെ വേറെ സെല്ലർ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കോഡ് കൊടുത്തേക്കാം. ഞാൻ മേടിച്ച സൈസാണ് മീഡിയം. കാണുമ്പോൾ തന്നെ നല്ല ബ്രീസി സമ്മറി ഫീൽ ആയിട്ടുള്ള നല്ല ഫ്രഷ് ലുക്ക് തന്നെയായിട്ടുള്ള കുർത്തി സെറ്റാണ്. സോ ഇതാണ് സംഭവം. ആൻഡ് ഇതും അഗൈൻ കഴുകാനിട്ടേക്കാം, ഞാൻ നിങ്ങളെ ബോധം കെടുത്തില്ല. ബട്ട് ഇയർ യു ക്യാൻ സീ ദാറ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഇതും ഒരു പ്രാവശ്യം കഴുകി ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം ഇട്ടു. ബട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മറ്റീരിയൽ റയോൺ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് പോളിയസ്റ്റർ മിക്സ് എനിക്ക് വീണ്ടും തേക്കേണ്ടി വന്നില്ല. തേക്കാണ്ട് തന്നെ ഞാൻ വീണ്ടും അതിന് ഇടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയണത്, ഇതിൻ്റെ മറ്റീരിയൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് ഞാൻ സൈസ് മേടിച്ചത് ബൈ ദ ബൈ ലാർജ് ആണ് കേട്ടോ. ആക്ച്വലി എനിക്ക് കാരണം ഇതിനകത്ത് ബട്ടൺസ് ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി മേ ബി അത് ഓപ്പണേബിൾ ബട്ടൺ ആണെങ്കിലോ, ബിക്കോസ് മീഡിയം ഇപ്പോൾ എൻ്റെ ഓൺ സൈസാണ്. മീഡിയമിൽ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതാണെങ്കിൽ, ബട്ടൺ ഇടുന്ന സീനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓട്ട കുറച്ച് അൺകംഫർട്ടബിൾ ആക്കും. ഞാൻ കെമിസോൾ ഇട്ടിട്ടുണ്ട്, കാരണം കുറച്ച് സീ ത്രൂ ആയിട്ടുള്ള സീനായിരുന്നു അതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് വലിയ സൈസാണ് മേടിച്ചത്. ബട്ട് ഐ എം ഹാപ്പി. ലാർജ് ആണ്, കുറച്ച് ലൂസാണ്, ബട്ട് നല്ല ഒരു മോഡസ്റ്റ് ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ 488 rupees ആണ്. സോ വൈ നോട്ട്. നെക്സ്റ്റ് വൺ ഒരു വിസ തട്ടിപ്പായി പോയി ഗൈസ്. ഞാൻ മേടിച്ചത് മീഡിയം, ബട്ട് എനിക്ക് വന്നത് എക്സ്ട്രാ ലാർജ്. അതാണ് ഈ ഒരു മറൂൺ കളറിൻ്റെ ഈ ഒരു കുർത്തി. അങ്കരക്ക പോലത്തെ കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലും ഉണ്ട് അഗൈൻ മറൂൺ തന്നെ, ബട്ട് പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാസോ പാൻറ്റ്. ആക്ച്വലി ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ നോക്കിയേ എന്തൊരു ലോങ് ആയിട്ടുള്ള കുർത്തിയാണെന്ന് നോക്കിയേ കാണിച്ചേക്കണേ. ഐ ഡോണ്ട് നോ, മേ ബി മോഡലിൻ്റെ ഹൈറ്റ് ചിലപ്പോൾ എന്നെക്കാട്ട് കുറവായി, അതായിരിക്കാം. എനിക്ക് ഭയങ്കര ഹൈറ്റ് കൂടുതലായതുകൊണ്ട് യുനോ. സോ യെസ്, അപ്പോൾ കുറച്ച് ലോങ് ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. അതർവൈസ് എന്നെക്കാട്ടും നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് മുട്ട് വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അതർവൈസ് ഇത് നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഒരു വള്ളി ഇവിടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ കറക്കിയാണ് ഇങ്ങോട്ട് കെട്ടിയത്, ബിക്കോസ് വളരെ ലൂസായിരുന്നു ഗൈസ്, ആസ് യു ഗൈസ് ക്യാൻ സീ. ബട്ട് യെസ്, ഞാൻ മാറ്റിയതിന് മീഡിയം മേടിക്കും, ബിക്കോസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതിനകത്തൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ്സ് സൂപ്പർ ലോങ്. ആൻഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലോങ് ആയിട്ടുള്ള സ്ലീവ്സ് ആയിട്ടുള്ള. എനിക്ക് പിന്നെ ഒന്നും പറയണ്ട, പൊളി. എനിക്ക് അറിഞ്ഞോളൂ ഇനിയിപ്പോൾ സൈസ് കുറയ്ക്കുമ്പോൾ അവർ സ്ലീവിൻ്റെ ലെങ്ത്തും കുറയ്ക്കുമെന്ന്. അതിൻ്റെ റേറ്റ് ആണ് 484. കാണിച്ചിരിക്കുന്ന കുർത്തി സെറ്റ്സിൽ ഞാൻ പറഞ്ഞില്ല, യെല്ലോ ഫസ്റ്റ് കാണിച്ച അതും ആൻഡ് പർപ്പിൾ ഇല്ലേ, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആൻഡ് മൂന്നാമത്തെ ഇനി ഞാൻ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം കുർത്തി സെറ്റല്ല, ആക്ച്വലി ഞാൻ സെറ്റ് ആക്കിയതാണ്. അതിനകത്ത് ഒന്നാണ് ഈ ഒരു പീസ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് മൈ തേർഡ് ഫേവറേറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഒന്നും പറയാനില്ല ഗൈസ്, സോ ഗുഡ് സോ ഗുഡ്. ഇതെൻ്റെ കണ്ണിൽ പെട്ടതിന് ഞാൻ വളരെ താങ്ക്ഫുൾ ഫീൽ ചെയ്യണം. ഇങ്ങനെ ടെസൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഫുൾ, ഇങ്ങനെ മനസ്സിലായ, ചുറ്റും പുറകേലില്ല, മുൻവശം മാത്രം. ബട്ട് ഇതിൻ്റെ ഫിറ്റിംഗ്, ഓ മൈ ഗോഡ്, നമ്മൾ കൊളുത്ത് തയ്പ്പിച്ചാൽ പോലും ഇത്രയും കറക്റ്റ് ഫിറ്റിംഗ് കിട്ടില്ല. അത്രയും അമേസിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും അമേസിങ്. മറ്റീരിയലാണ് റയോൺ. അതിനകത്ത് വേറൊരു കളർ പ്രിൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഐ മീൻ ഓക്കെ,
മേ ബി ഞാൻ അതും കൂടെ തട്ടിയെടുക്കും. വൈറ്റ് ആയിട്ടുള്ള ഹൈ വേസ്റ്റഡ് ആൻഡ് ലൂസ് ഡെനിം ജീൻസ്, ഈ ഒരു ജീൻസാണ് കേട്ടോ ഞാൻ പെയർ ചെയ്യണം. ഇത് ഞാൻ ഓൾറെഡി ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇതുപോലത്തെ കുറേ ലൂസ് പാൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തത്. ഞാൻ മേടിച്ച സൈസ് മീഡിയം ആണ്. അതിൻ്റെ റേറ്റ് ആണ് ജസ്റ്റ് 300. ആക്ച്വലി ഒരു ട്രാവലിൻ്റെ ഇടയ്ക്ക് എനിക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് വേണമായിരുന്നു, വൈറ്റ് കുർത്തി വിത്ത് വൈറ്റ് പാൻസ്. ആൻഡ് തപ്പി വന്നപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു അഗെയിൻ ഈ ഒരു കുർത്തി. ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഓൾറെഡി എൻ്റെ അടുത്ത് ഇതിനകത്തൊരു പർപ്പിൾ ആൻഡ് പിങ്ക് കളർ ഉണ്ട്. സോ ഇതൊരു എനിക്ക് എന്താ പറയുക ഹേറ്റ് ലവ് റിലേഷൻ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ബിക്കോസ് ഇതെനിക്ക് ഇഷ്ടമാണ്. ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിന് ഇതിൻ്റെ കുറച്ച് സ്ലിറ്റ് കുറച്ചും കൂടെ ഹൈ ആയിരുന്നെങ്കിൽ ജീൻസിൻ്റെ കൂടെ പൊളിയായിരുന്നു. അതർവൈസ് ഇത് കുഴപ്പമില്ല. എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ കയ്യിൻ്റെ ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ കാരണം ഓൾറെഡി തടി തോന്നിക്കുന്ന എൻ്റെ കയ്യിന് കുറച്ചും കൂടെ തടി തോന്നിക്കും. അപ്പോൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ഷോൾഡേഴ്സ് ഉള്ളവർക്ക് ഇത് രസമായിരിക്കും. കുറച്ച് മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് രസം. ബ്ലാക്ക് ആയിട്ടുള്ള ലൂസ് പാൻസ് ഇട്ട് നോക്കി ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള എന്ത് രസ ഗൈസ് കാണാൻ, ഒന്നുമില്ല പറയാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് സീ ത്രൂ ആണ് കേട്ടോ, വൈറ്റും കൂടെ ആണല്ലോ. ബട്ട് യെസ് അതർവൈസ് ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. തുണി ആയികസിൻ്റെ റയോൺ തന്നെയാണ്. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് ആണ് 323. ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ട് എല്ലാം കുർത്തി സെറ്റ്സ് ആൻഡ് കുർത്തീസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഞാൻ ഏത് ഹോൾ വീഡിയോ ചെയ്യണം ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. വീഡിയോ ഇഷ്ടമെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ്, പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വ്ളോഗ് ചാനലിനെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ആൻഡ് നേരത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് നിഹാരിക. താങ്ക് യു സോ മച്ച് നിഹാരിക ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്ത് വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വെച്ച് നമുക്ക് കാണിച്ചു ചേക്കാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.